നക്ഷത്രവേദിയുടെ ജ്യോതിഷ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് ഒരു ജ്യോതിഷിയുടെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. ലഗ്നം ഏതുമാകട്ടെ, ലഗ്നാധിപൻ ആരുമാകട്ടെ, ലഗ്നകാരകൻ സൂര്യനാണ്. ഏതൊരു വ്യക്തിയുടെയും ലഗ്നകാരകൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പം സൂര്യൻ്റെ ബലത്തെ ആശ്രയിച്ചാണ് ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലെ ജീവിത നിലവാരം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം സൂര്യന് ബലമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന ഒരു അറിവാണ് ഇവിടെ പകർന്നു തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടാൽ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് മലയാള മാസം ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം. അതേപോലെയാണ് രാശി ചാർട്ടിലും വരുന്നത്. മേടമാണ് ഫസ്റ്റ് രാശി എന്ന് പറയുന്നത് മേടമാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ 12ാമത്തെ രാശിയായിട്ട് മീനവും വരുന്നുണ്ട്. അതിൽ സൂര്യന് 0 ഡിഗ്രി ബലം വരുന്ന രാശി എന്ന് പറയുന്നത് തുലാരാശിയാണ്. അതിൽ ആ രാശിയിൽ സൂര്യന് ഒട്ടുമേ ബലമില്ലാത്ത ഒരു രാശിയാണ്. സൂര്യന് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാശി എന്ന് പറയുന്നത് മേടമാണ്. അതായത് നമ്മുടെ ഈ വരുന്ന വിഷുക്കാലം സൂര്യന് ഏറ്റവും പവറായിട്ടുള്ള കാലഘട്ടമാണ്. ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള കാലഘട്ടം സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നതാണ്. അതിൽ അത്യുച്ചത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് പത്താവുദയം എന്നൊക്കെ പറയുന്ന ആ ദിവസം. മേടപ്പത്തിൽ സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയം ഏറ്റവും നല്ല സമയമാണ്. ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും നല്ല സമയം മേടപ്പത്ത്. ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ഒരു ബലമായിരിക്കും. അതായത് ഏപ്രിൽ 15 മുതൽ മെയ് 15 കാലഘട്ടത്തിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പവർ ഉണ്ടായിരിക്കും, കമാൻഡിങ് പവർ ഉണ്ടായിരിക്കും. പാപബന്ധമൊന്നും ഇല്ലാത്ത ഒരു ഗ്രഹനിലയാണെങ്കിൽ ഗവൺമെൻറ് ജോബ് ഉറപ്പാണ്. നമ്മുടെ ചുറ്റുമുള്ളവരിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ഒരു കാര്യം, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ചുറ്റിലുമുള്ളവരുടെ നോക്കുമ്പോഴത്തേക്ക് ഏപ്രിൽ 15 മുതൽ മെയ് 15 വരെയുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അവരുടെ ലൈഫിലായാലും അവരുടെ വ്യക്തി ജീവിതത്തിലായാലും എല്ലാത്തിലും ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ഗവൺമെൻറ് ജോബൊക്കെ ശ്രമിച്ചാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ സമയത്ത് ജനിച്ച വ്യക്തി. പക്ഷെ പാപബന്ധങ്ങളൊന്നും വരാത്ത ഒരു ഗ്രഹനില ആയിരിക്കണം. ആ സമയത്ത് പാവഗ്രഹങ്ങളുടെ യോഗമൊന്നും ഗ്രഹനിലയിൽ ഇല്ല എങ്കിൽ ഈസി ആയിട്ട് ഗവൺമെൻറ് ജോബ് ഇവർക്ക് സ്വന്തമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജൂലൈ, ഓഗസ്റ്റ് ആ സമയത്ത് സ്വന്തം ക്ഷേത്രത്തിൽ വരികയാണ്, സ്വന്തം വീട്ടിലാണ് ആ സമയത്ത് സൂര്യൻ്റെ സ്ഥാനം. അപ്പോൾ എന്താണ്, നമ്മൾ സ്വന്തം വീട്ടിൽ ഉള്ള ആ ഒരു നമ്മുടെ സേഫ് സോൺ എന്ന് പറയുന്നത് സ്വന്തം വീടാണല്ലോ. ആ അലസതയൊക്കെ ആയിരിക്കും ആ സമയങ്ങളിൽ ജനിക്കുന്ന കുട്ടികളുടെ ഗ്രഹനിലയിൽ വരുന്നത്. വ്യക്തിപ്രഭാവത്തിലും ഒരു അലസതയായിരിക്കും മെയിനായിട്ട് വരുന്നത്. വീടിൻ്റെ സുരക്ഷിതമായിട്ടുള്ള ആ ഒരു ഇതായിരിക്കും ആ കുട്ടികൾ വരുന്നത്. അതായത് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരിത് എന്ന് പറയുന്നത് തുലാമാണ്. അതായത്
ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒട്ടും സൂര്യന് ബലമില്ലാത്ത ഒരു സമയമാണ് ആ സമയം. അപ്പം അവർക്ക് വാശിയും ഈ പ്രതികരണശേഷിയും ഒക്കെ കൂടുതലുള്ള കുട്ടികളായിരിക്കും ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ. അവരുടെ ജീവിതത്തിൽ ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മാനസിക പ്രശ്നമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും.